ഹലോ. ആ, ഹലോ ആ. ഗൈസ്, എല്ലാരും ചില്ലായിട്ടിരിക്കുക. ഞാൻ നിങ്ങളെ അറിയാം, ഇവിടെ കാണുന്നവർക്കും കളിക്കുന്നവർക്കും എല്ലാം വിഷമമുണ്ടെന്ന് അറിയാം. പക്ഷെ നമ്മളെക്കാളൊക്കെ വിഷമം ബ്രാവോയ്ക്കുണ്ട്, അറിയാലോ. സംഗതി പറഞ്ഞ ഗൈസ്, എന്താ ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ആരുടെയും മിടുക്കുകൊണ്ടോ ആരുടെയും ഇതുകൊണ്ടോ ഒന്നും പറ്റിയൊരു സംഭവമല്ല. റോക്ക് സ്റ്റാറിൻ്റെതായിട്ടുള്ള കുറെ ഇതുണ്ട്. അത് ഇപ്പൊ റോക്ക് സ്റ്റാറിന്റെ ടേംസ് ഏതെങ്കിലും ഒരു സെർവർ, ഇപ്പൊ ഒരു നോർമൽ ഒരു ഉപ്പ സെർവറാണ് അത് വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആരും നോട്ടീസ് ചെയ്യാനും, അതായത് ലോകത്ത് ഈ റോക്ക് സ്റ്റാറിന്റെ ഫയോമിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ സെർവറും ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ടീമൊന്നും അവർക്കില്ല എന്തായാലും. ഇപ്പൊ ഒരു ഉപ്പ സെർവറിലാണ് ഇത് നടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ വയലേഷൻസ് നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവരത് ശ്രദ്ധിക്കുക പോലും ഇല്ല. ഇത് നമ്മൾ എപ്പോഴും പറയുന്ന അതേ കോൺഫിഡൻസിൽ തന്നെ ഇപ്പോഴും പറയുവാണ്, ഇന്ത്യയിലെ ടോപ്പ് സെർവറായി നിൽക്കുന്നത് കൊണ്ടാണ് ഇതിലെ മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും നോട്ടീസബിൾ ആവുന്നത്. അത് മനസ്സിലാക്കാൻ ഒരു ബേസിക് ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം ഈ ഈ ഒരു സാധനത്തിന്റെ പുറകിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ സെർവർ റീസെൻ്റ്ലി ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, നോർത്ത് ഇന്ത്യൻ പ്ലേയേഴ്സ് വരെ നമ്മുടെ അതിനകത്ത് വന്ന് വൈറ്റ് ലിസ്റ്റ് എടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ടൈമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങളിങ്ങനെ, ഞാൻ പറയാം, ഈ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് വന്നു എന്ന് ഞാൻ പറയണത് വെച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് മറ്റേ RSL7 അവർ ചെയ്ത അങ്ങനൊന്നും വിചാരിക്കുക സൈസ് അങ്ങനെ പോണൊരു സാധനം അല്ല ഇത്. ഇത് അങ്ങനെ പോണതല്ല. ഇത് സെർവറിനെ പറ്റി വിവരമുള്ള ആൾക്കാർ ചിലപ്പം അത് വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഈ കറണ്ട് സിനാറിൽ അവരെ ഒന്നും ഇതിനകത്തോട്ട് വലിച്ച് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മൾട്ടിപ്പിൾ റിപ്പോർട്ട്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം എന്ന് പറയുന്നത് സെർവറിനെ പറ്റിയും സെർവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നല്ലതുപോലെ അറിയാവുന്ന ആൾക്കാരെ പറ്റിയും അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അവര് വന്ന് ചിലപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തതോ അവർ റൈസ് ചെയ്തതോ ആയിട്ടുള്ള ഒരു ഇതിൻ്റെ ഫീഡ്ബാക്ക് ആയിട്ടായിരിക്കും ഇത് വന്നേക്കുന്നത്. ഇത് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. കറണ്ട്ലി അപ്പീൽ ചെയ്തിട്ടുണ്ട്, അപ്പീലിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെർവറിൽ എന്താണ് അവർ ശരിക്കും എന്താണ് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ചെറിയൊരു ബ്രീഫ് മാത്രമേ അവരുടെ സൈഡിൽ നിന്നുള്ള മെയിലിൽ ഉണ്ടായിട്ടുള്ളൂ. സോ അപ്പോൾ എന്താണ് സംഭവം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്, അല്ലെങ്കിൽ എന്ത് റീസണാണ്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്ലിപ്പോ ഒരു എലമെൻറ്റോ സെർവറിൽ കാണണ്ടേ, എന്നാൽ മാത്രമല്ല നമുക്ക് അങ്ങനെ ഒരു ഇത് വരില്ല. അവരുടെ സൈഡിൽ നിന്ന് ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതായത് ഇന്ന കാരണം കൊണ്ടാണ് എടുത്തു കളഞ്ഞത് എന്നൊക്കെ ഇതാക്കിയത്. പിന്നെ എന്നോട് അപ്പാപ്പൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്നോട് അപ്പാപ്പൻ പറഞ്ഞത് ഇതാണ്: എടാ നീ ഞാൻ ഇത് അനൗൺസ് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ അനൗൺസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ അപ്പാപ്പൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നീ ധൈര്യമായിട്ട് ഇട്ടോളാം. ഇടുന്ന സമയത്ത് ഈ നമുക്ക് പെട്ടെന്നൊരു ഇത് വരുന്ന സമയത്ത് ഊമ്പിക്കാൻ ആരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് അന്നേരം നമുക്കറിയാമല്ലോ. അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകണില്ല, പോയാൽ അടുത്തത് അത്രേ ഉള്ള രീതിയിൽ. പക്ഷേ ബ്രാവോയ്ക്ക് ഇതിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ലോസും ടൈമും എഫേർട്ടും ലോസും വരും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഒരു സെർവറല്ല, നമ്മൾ കളിച്ച എല്ലാ സെർവറും ടോപ്പാ. കറണ്ട്ലി അന്നേരത്തെ ടോപ്പായിരുന്നു. ഇനി ഒരു സെർവറൂടെ തുടങ്ങിയാലും അത് ടോപ്പാക്കാൻ എനിക്ക് അധികം ദിവസമൊന്നും വേണ്ട. ലോഞ്ച് ഡേ തന്നെയാണ് ഏറ്റവും വലിയ, അന്ന് തന്നെ ഏഷ്യാസ് ഫസ്റ്റോ ഇന്ത്യാസ് ഫസ്റ്റോ ആക്കും നമ്മൾ ലോഞ്ചിൻ്റെ അന്ന്. അതേ ഉറപ്പ് തരാം, ലോഞ്ചിൻ്റെ അന്ന്. ഞാൻ പക്ഷേ അതിൽ എനിക്കൊരു കൺഫ്യൂഷനോ അതിലെനിക്കൊരു പേടിയോ ഇല്ല. പക്ഷേ എൻ്റെ വിഷമം എന്ന് പറയണത്, ഒരുപാട് എഫേർട്ട്, ടൈം, പിന്നെ അതുപോലെ അവൻ്റെ ഒരു ഫൈനാൻഷ്യൽ സാധനം അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം, അവിടെയാണ് വിഷമം, വേറൊന്നും അല്ല. അത് അവൻ ഒരുപാട്, ഞാൻ പലവട്ടം നിങ്ങളെ ലൈവിലിരുന്ന് കളിയാക്കി പോലും പറഞ്ഞിട്ടുണ്ട്, അപ്പാപ്പൻ ഇങ്ങനെ ഇന്ന് മറ്റേ ആധാരം കൊണ്ട് വിറ്റു, അതുകൊണ്ട് വിറ്റു എന്നൊക്കെ ഉള്ള സാധനം ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ ശരിക്കുമുള്ള കാര്യമാണ്, അതൊക്കെ ശരിക്കും നടന്ന കാര്യമാണ്. അതിൽ മാത്രമാണോ ഒരു വിഷമം? പിന്നെ ഒരുപാട് പേരുടെ ഈ ബ്രാവോ ഒരു വലിയ വണ്ടിയുടെ ബണ്ടിൽ പാക്ക് ഒക്കെ കഴിഞ്ഞ ദിവസം പോലും മേടിച്ചുള്ളൂ. കൈസ് ഇതിൻ്റെ മെക്കാനിസം എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതായത് ഇതിനൊരു കീ ഉണ്ട്. ഈ കീ വെച്ചിട്ടാണ് നമ്മൾ ഒരു സെർവർ ഡെവലപ്പ് ചെയ്യുന്നതും ഇതാക്കുന്നതും അതിലേക്ക് വേണ്ടുന്ന ഫയൽസ് വാങ്ങിക്കുന്നതും എല്ലാം. അപ്പോൾ ഈ കീയിലാണ് എല്ലാ കാര്യവും ഇരിക്കുന്നത്. വൺസ് ഈ കീ ഇതാക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ കാശ് കൊടുത്ത മേടിച്ച ഫയൽസ് പോലും വാലിഡ് അല്ലാതായി പോകും. അതായത് ബ്രാവോ ഇന്നലെ പോലും ഏകദേശം വലിയൊരു എമൗണ്ടിൻ്റെ വണ്ടിയുടെ പാക്കേജ് ഫയൽസ് ഈ കീ വെച്ച് മേടിച്ചായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അതും പോയി.
അപ്പോൾ ഇപ്പം കറന്റ്ലി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കീ ആണ് അവർ ഡിസേബിൾ ചെയ്തേക്കുന്നത്. ആ കീ തിരിച്ച് കിട്ടണം. ആ കീ തിരിച്ച് കിട്ടിയാൽ മാത്രമേ നമുക്ക് സെർവർ ഒരു കീ വെച്ച് നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് തുടങ്ങാം, എല്ലാം ചെയ്യാം. പക്ഷേ ഈ കീയിലാണ് എൻ്റയർ എക്സ്ലാൻഡിസിൻ്റെ വെഹിക്കിള്, ബാക്കി സ്കിൻസ്, വീട്, ഗ്യാങ് ഹൗസ്, വണ്ടി എല്ലാം ഇരിക്കുന്നത് അതിനകത്താണ്. നമുക്ക് പക്ഷേ പ്ലെയർ ഡേറ്റ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പുതിയൊരു സെർവർ തുടങ്ങുവാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ പുതിയൊരു സെർവർ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ പ്ലെയർ ഡേറ്റ ആഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെൻട്രിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ തിരിച്ചു വരും, ബാക്ക് ടു നോർമലായിട്ട് വരും. പക്ഷേ ഈ പറയുന്ന സാധനങ്ങളാണ് നമുക്ക് പോകുന്നത്. ഒരു സെർവറിന് ഓരോ അസറ്റ് ഉണ്ടാവും. ആ അസറ്റ്സുകളൊക്കെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ടിൻ്റെ അസറ്റ് എക്സ്ലാൻഡിസിനുണ്ടായിരുന്നു. ബ്രോ വാലിഡ് റീസൺ അല്ലാണ്ട് എന്തിനാണാവോ ബ്രോ? വാലിഡ് റീസൺ അല്ല ബ്രോ. നമ്മൾ ഇതിനകത്ത് കുറേ മൈന്യൂട്ട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെറുതാന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ വലുതായിട്ട് ചിന്തിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. ഈ കിഡ്സിൻ്റെ പെഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കിഡ്സിൻ്റെ പെഡിനെ ഗണ്ണൈം ചെയ്യാൻ പോലും പാടില്ലെന്നാണ് റോക്ക് സ്റ്റാറിൻ്റെ നിയമം. മനസ്സിലായോ? റോക്ക് സ്റ്റാറിൻ്റെ 5M ഒക്കെ റൂളെന്ന് പറഞ്ഞാൽ കിഡ്സ് ആയിട്ടുള്ള പെഡിനെ ഗണ്ണൈം ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ചിലപ്പോൾ ഇങ്ങനത്തെ മൈന്യൂട്ട് എന്തെങ്കിലും കാര്യമായിരിക്കാം. ഒരു RP കിഡ്സ് പെഡിനെ കൊല്ലാനും ഗണ്ണയും ചെയ്യാനും ഒന്നും പറ്റത്തില്ല. മനസ്സിലായി? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും അവർക്ക് കൺസേണിൽ എടുത്തിരിക്കുന്ന കാര്യം. എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു വാണിംഗ് തരാം. എടാ ഈ വാണിംഗ് ഒക്കെ തരാൻ നമുക്കിപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ എക്സലാൻഡിസിൽ നമ്മൾ TV കളിക്കുന്നു. നമ്മുടെ വായിൽ നിന്നൊരു മോശമായ വാക്ക് വീണു. അന്നേരം നമ്മളെ അറിയാവുന്ന ആൾക്കാരായോണ്ടല്ലടാ വാണിംഗ് തരുന്നേ. എടാ എക്സലാൻഡിസ് എന്ന് പറഞ്ഞാൽ 5M ഹോസ്റ്റ് ചെയ്യുന്ന ലക്ഷക്കണക്കിന് സെർവറുകളിൽ ഒരു സെർവറാ. അവർക്ക് അങ്ങനെ വാണിംഗ് ഒന്നും തരേണ്ട ആവശ്യമില്ല. അവർക്ക് എക്സലാൻഡിസ് പോയി എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല. അവർക്ക് എക്സലാൻഡിസോ വേറെ എന്തെങ്കിലും ഒന്നും പോയെന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും സംഭവിക്കാനില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, എത്ര ലക്ഷങ്ങൾ സ്പെൻഡ് ചെയ്ത വാലറന്റ് അക്കൗണ്ടും PUBG അക്കൗണ്ടും ഒക്കെ ബാൻ ആവുന്നു. ഒരു കസ്റ്റമർ പോയെന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ നഷ്ടപ്പെടാനുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ തിങ്ക് ചെയ്താൽ മതി. അവരുടെ സൈഡിൽ നിന്ന് അങ്ങനെ മറ്റേ ഇതൊന്നും കിട്ടത്തില്ല. വാണിങ്ങും അങ്ങനെ കൺസിഡറേഷനും ഒന്നും കിട്ടത്തില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അപ്പീൽ ചെയ്തിട്ട് നമ്മുടെ സൈഡ് ക്ലിയർ ഓഫ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ്. ഈ മോസ്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ മേ ബി ഒരു സ്ലൈറ്റ് ഡിലേ ഉണ്ടാവും. സ്ലൈറ്റ് ഡിലേ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരുടെ ഡിലേ ആയിരിക്കത്തില്ല. ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്ലോ പ്രോസസ്സാണ്. ചിലപ്പോൾ അവരൊരു റിപ്ലൈ തരാൻ പോലും 10-14 ദിവസം എടുക്കും. എന്തിനാ ടേക്ക് ഡൗൺ ചെയ്തത് ബ്രോ? ടേക്ക് ഡൗൺ ചെയ്ത് എന്തിനാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവരൊന്നും കൊടുത്തിട്ടില്ല. പെഡിൻ്റെ കാര്യമാണെന്നാണ് ഇപ്പോഴും കറൻ്റ്ലി നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം. പെഡിൻ്റെ ഒരു ഇതിൻ്റെ ആണെന്ന്. അപ്പോൾ ഇത് എന്താണെന്നുള്ളൊരു കാര്യം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രാവോയോ ആട് ബ്രോയോ എല്ലാം അവരെല്ലാം വന്നാലേ പറ്റത്തുള്ളൂ. ബ്രാവോ കുറച്ച് ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ അവൻ കുറച്ച് ഫിസിക്കലി ഓക്കെ അല്ല, ഫിസിക്കലി മെൻ്റലിയും ഓക്കെ അല്ല. അവൻ കുറച്ച് ഡെസ്പായിട്ടിരിക്കുക. അവൻ എറണാകുളത്തോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴിക്കാണ് ഇത് അറിയണത്. മനസ്സിലായോ? ടെസ്റ്റ് സെർവറും പോയി നോർമൽ സെർവർ. പെഡ് എന്ന് പറഞ്ഞ കേസ് ക്യാരക്ടർ. ഇപ്പം നമ്മുടെ സിറ്റിയിൽ ഇവൻ സൂര്യബോസ് കളിക്കുന്നത് ചൈൽഡിൻ്റെ പെഡാ, പിള്ളേരുടെ പെഡാ. മീനുക്കുട്ടി കളിക്കുന്നത് പിള്ളേരുടെ പെഡാ. മറ്റേ ചിമ്പു എന്ന് പറയുന്ന ക്യാരക്ടർ കളിക്കുന്നത് ആനിമൽ പെഡാ, മങ്കി അങ്ങനത്തെ പെഡില്ലേ, അതിനെയാണ് പെഡെന്ന് പറയണത്. അതായത് ഒരു നോർമൽ ക്യാരക്ടർ അല്ലാതെ, നമ്മൾ മനുഷ്യൻ ക്യാരക്ടർ അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ പറയണ ചെറിയ വെർഷൻ നോർമൽ GTA ക്യാരക്ടേഴ്സിന് അല്ലാത്ത ക്യാരക്ടറുകളൊക്കെ പെഡെന്ന് പറയണത്. എന്നുവെച്ചോണ്ട് നിങ്ങൾ പോയിട്ട് നമ്മുടെ സൂര്യബോസിനെ ഒന്ന് തെറി വിളിക്കാൻ നിൽക്കത്തില്ല. അയ്യോ, അവനെ ഒന്നും തെറിവിളിക്കാൻ നിൽക്കില്ല. അല്ല, അവൻ കാരണമൊന്നും അല്ല. നമുക്ക് സിറ്റിയിൽ അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് മാനേജ്മെന്റ് സൈഡിൽ നിന്നാണെങ്കിലും അത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ കൊണ്ടുവരണമായിരുന്നു. അത് നമ്മൾ പിന്നെയും അത് സെർവറിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല, പ്ലേയേഴ്സിനെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു പ്ലെയർ, ഇപ്പം എക്സാമ്പിൾ സൂര്യബോസിനെ പോലത്തെ ഒരു പ്ലെയർ നല്ല RP ചെയ്യുന്ന ഒരുത്തന്, അവനെ പോലെ RP ചെയ്യുന്ന ഒരാൾ വന്ന് സെർവറിൽ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സെർവർ എന്താ ചിന്തിക്കുക? ആ, നല്ല കരിയറും നല്ല പോലെ പൊട്ടൻഷ്യലും ഉള്ളൊരു പ്ലെയറാണ്, അവൻ ചോദിച്ച കാര്യം ചെയ്തു കൊടുക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്തു കൊടുത്ത കാര്യമാണത്. മനസ്സിലായോ?
പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഗൈസ്. ഈ ഒരു സമയത്ത് കർമ്മ അണ്ടി എന്നൊക്കെ പറഞ്ഞ സ്റ്റോറി ഇട്ടവൻ ഈ സെർവറിന്റെ പടിവാതിൽ പോയിട്ട് 7 അയലത്ത് പോലും കളിക്കത്തില്ല. ഇനി ഏത് കൊമ്പത്തെ പ്ലേയേഴ്സ് ആണെങ്കിലും ഏത് കൊമ്പത്തെ ടീമിലവനാണെങ്കിലും ഇപ്പോഴും പറയുവാണ് കർമ്മ അണ്ടി എന്നൊക്കെ പറഞ്ഞ് മറ്റേ സ്റ്റോറി ഇട്ടത്. ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യമുള്ളൂ, ഞാൻ അത് ബ്രാവോയ്ക്ക് ഉറപ്പ് കൊടുക്കുന്ന കാര്യമാണ്. ഇനി ഇത് തിരിച്ച് കിട്ടിയില്ലേ അടുത്ത സെർവർ പടയെന്ന് 7 ദിവസത്തിൽ ഞാൻ അപ്പ് ചെയ്യും. ഒരു സംശയവും ഇല്ല. അത് ഞാൻ അതും ടോപ്പ് ഓഫ് ദ ഇതിൽ കൊണ്ടുവരും ഞങ്ങൾ. അത് വേറെ ഒരു ഇതും ഇല്ല. അതൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒരു സിംഗിൾ സെർവർ ഡിപ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇത് തന്നെ മാത്രമേ ഉള്ളൂ. എടാ എക്സ്ലാൻഡിസ് എന്ന് പേര് മാറ്റിയിട്ട് നാളെ വൈലാൻഡിസ് എന്ന് പറഞ്ഞു തുടങ്ങിയാലും ഇവിടെ കളിക്കാൻ ആള് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ ബ്രാവോനെ വെച്ച് തന്നെ നമ്മൾ തുടങ്ങും. അതെ ബ്രാവോ വെച്ച് തന്നെ തുടങ്ങിപ്പിക്കും. ആ പേരിനി ഒന്നും ഇടാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം, മനസ്സിലായി? ആ പേരിനി ഇടാൻ പറ്റത്തില്ല ഒന്നുകൂടെ. അപ്പൊ ഇനി കിട്ടില്ല, നിങ്ങള് തിരിച്ചു വരത്തില്ലല്ലോ. എടാ ഇല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. അപ്പീൽ ചെയ്തിരിക്കുകയാണ് നമ്മള് കറന്റ് അപ്പീലിനുള്ള ഇത് കിട്ടിയില്ലെങ്കിലുള്ള ഒരു കേസാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായി? പോയാ നമ്മൾ ജസ്റ്റ് ഒരു അസംഷൻ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ പെട്ടിന്റെ കാര്യം നമുക്ക് കാരണം ഡീറ്റെയിൽസ് ഇപ്പൊ ആർക്കും അറിയത്തില്ല. അപ്പൊ അപ്പീൽ ആർക്കും അറിയത്തില്ല. അസംഷൻ ഗൈസ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾക്ക്. ഇതുപോലത്തെ ചെറിയ മൈന്യൂട്ട് വയലേഷൻസ് ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറയോ. പിന്നെ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ടല്ലോ, ഇപ്പൊ വണ്ടിക്ക് ഇൻ കേസ് ലോഗോ ഇല്ലെങ്കിൽ പോലും എക്സാക്ട് വണ്ടി മോഡലുകൾക്കൊക്കെ കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ വെഹിക്കിൾ പാക്കിലാവാം, ചിലപ്പം വേറെ അങ്ങനെ എന്ത് വേണേ ആവാം, മനസ്സിലായ? അങ്ങനെ എന്ത് വേണേ ആവാം. ചെയ്യില്ലല്ലോ. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇപ്പൊ കിഡ്സ് ബെഡ് ആണോ അല്ലെങ്കിൽ എന്താണോ ഇങ്ങനത്തെ കുറെ റൂൾസ് ഉണ്ട് എന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. അല്ലാതെ നമുക്ക് അറിയത്തില്ല ഇതിന്റെ വാലിഡ് റീസൺ എന്താണെന്ന്. TKRP-ലല്ലേ എക്സ്ലാൻഡിസ് ആണെങ്കിൽ ഇനി നാളെ വേണമെങ്കിൽ വൈലാൻഡിസ് വരും, ഇസർ ലാൻഡിസ് വരും. ഒരു അക്ഷരം മാറ്റി വരും. ലാൻഡിസ് എന്തായാലും വരും. ബ്രാവോ മുന്നിൽ നിർത്തി ലാൻഡിസ് എന്തായാലും വരും, മനസ്സിലായില്ലേ? പിള്ളേര് വരാനാണോ പാട്? എന്തായാലും അതുവരെ വന്നിട്ട് നമ്മൾ ഇന്ന് RPA കളിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വല്ല PvP സെർവറോ ചുമ്മാ കയറി കളിക്കാം. അല്ലാതെ വേറെ RP-ലോട്ട് നമ്മളായിട്ട് പോകണില്ല. ഇങ്ങനത്തെ ഒരു ടൈമിൽ ഞാൻ ബ്രാവോടെ കൂടെ നിൽക്കുകയുള്ളൂ. ഞാൻ വേറൊരു സെർവറിലും കയറി ഞാൻ അത് ചെയ്തില്ല. അതുവരെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, വരാൻ പറ്റിയില്ലെങ്കിൽ അതുവരെ RDR കളിക്കും. 10 ദിവസം അല്ലെ 14 ദിവസം RDR കളിച്ചു എന്ന് പറഞ്ഞ് പോകുന്ന ഫെയിമും ഇതും അല്ല എന്തായാലും നമുക്ക്. ഞങ്ങൾക്ക് കറന്റ് ഇങ്ങനെ ഒരു സെനാറിയോയില് ബ്രാവോ ഇട്ടിട്ട് വേറൊരു മലയാള സെർവറിൽ പോയി കളിച്ച് ഇതാക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഈ ഒരു ടൈമിൽ അവന്റെ കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. അതിന് മുകളിലൊന്നുമില്ല. അതിന്റെ മുകളിലൊന്നുമില്ല, വേറെ പരിപാടിയില്ല. കാരണം നമുക്ക് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മളെ ഒരു സെർവറിൽ നിന്ന് പുറത്താക്കിയ സമയത്ത് നമ്മളെ ഇവിടെ അവൻ കളിപ്പിച്ചതാ. പഴയ കാര്യങ്ങളൊന്നും ഓർത്തു വെക്കാതെ മനസ്സിൽ വെക്കാതെ നമ്മളെ അവിടെ കളിപ്പിച്ചതാ. നമ്മളൊരു സെറ്റിൽ പോയിട്ട് നമ്മളെ അവിടെ നിന്ന് മറ്റേ പട്ടിയെ പോലെ ആട്ടി വിട്ടതല്ലായിരുന്നു അവന്മാര്. നമ്മൾ ഒരു കാര്യം ചെയ്തായിട്ട് പോലും എന്താണ് നമ്മൾ കാരണം ഇതാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ച് നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഇരുന്ന സാഹചര്യത്തിലാണ് എക്സ്ലാൻഡിസ് തുടങ്ങണത് പോലും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹെൽപ്പ് ചെയ്തവനെ അവന്റെ ഡൗൺ ടൈമിൽ ഞാൻ എന്തായാലും മാറ്റിയിട്ട് പോകത്തില്ല. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. നമ്മളെന്തായാലും TVയിലെ പ്ലേയേഴ്സ് എന്തായാലും വേറൊരു സിറ്റിയിൽ മലയാള സെർവറിൽ കയറിയിരുന്ന് RP കളിക്കാൻ ഉള്ള കാര്യം സമ്മതിക്കത്തില്ല എന്തായാലും കറന്റ്. അതിനി TVക്കകത്ത് ഏതവന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും, പുതിയതായിട്ട് വന്നാലും പഴയതായിട്ട് വന്നാലും ആർക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഡിസിഷനിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. കുറച്ച് ദിവസം സ്ട്രീം ഇടണ്ട, കുറച്ച് ദിവസം കളിക്കാൻ കോണ്ടന്റ് ഇല്ലെങ്കിൽ സ്ട്രീം ഇടണ്ട. വേറെ ഗെയിംസ് കണ്ണാപ്പി എത്ര ഗെയിം കളിക്കുന്നത്? മൈക്ക് മാറി കിടക്കുവാണോ? ഇത് എന്ത് സൗണ്ട് ആയത്? നീ ഒമേഗിൽ കേറിട്ട് മാറ്റിയിട്ടേക്കുവാ. മാറ്റിയൊന്നും ഇട്ടില്ല, ഞാൻ മാറ്റിയൊന്നും ഇട്ടില്ല. എന്ത് വൃത്തിയിട്ട മൈക്കുകളാ ഇത്? അതല്ല ഇത്, ഞാൻ ഇതിലാ സംസാരിക്കുന്നത്. പോടാ, നീ എന്താടാ പറയുന്നത്? ഇത് എന്തൊരു അപ്പി ശബ്ദമാണെന്ന് നീ ഒന്ന് കേട്ട് നോക്ക്. വേറൊരാളുടെ POV റെക്കോർഡ് ചെയ്തല്ലോ. നീ മൈക്ക് മാറി കിടക്കൂടാ. നിന്റെ റൂമിന്റെ എക്കോ ആയിരിക്കണം. ഭയങ്കര ഷോകോടെ കേക്കണേ.
ആ ഹലോ ഹലോ ശരി തന്നെ. ഇപ്പൊ റെഡിയായോ? എടാ നീ അടുത്തൊന്ന് മാറിയിട്ട് കുറച്ച് ദൂരെ പോയിട്ട് അല്ല ലൈവ് മ്യൂട്ട് ചെയ്തിട്ട് പോയി ഗോകുന്റെ ലൈവ് കണ്ടു നോക്ക്. അന്നേരം നിനക്ക് മനസ്സിലാവും നിന്റെ സൗണ്ട് എത്ര വിയേർഡാണെന്ന്. അതാണ് അണ്ണാ ഇപ്പൊ റെഡി ആയി ഇപ്പൊ റെഡി ആയില്ലേ ഇപ്പൊ റെഡി ആയില്ലേ എങ്ങനെ guys? അണ്ണ ഇപ്പൊ റെഡി ആയില്ലേ അണ്ണോ Guys, ഒന്നുമില്ല. നിന്റെ മൈക്ക് റെഡി ആവും, എന്തേലും ചെയ്യ, എടുത്തോണ്ട് പോകുന്ന. നമ്മളൊക്കെ ഒരു അവഞ്ചേഴ്സ് ഉണ്ട്, മനസ്സിലായില്ലേ? ഒരു ടീം ഫുള്ളുണ്ട്. എത്ര കോഡിങ്ങിന്റെ അഗ്ര കണ്ണിയന്മാരും എല്ലാവരും ഉണ്ട്, മനസ്സിലായില്ലേ? എല്ലാവരും കൂടെ കൂട്ടിയിട്ടിട്ട് സാമ്പാർ പോലെ കൊണ്ടിരുത്തിയിട്ട് നമ്മളങ്ങ് ഒരു സെറ്റ് സർവർ അങ്ങ് ആക്കും, മനസ്സിലായില്ലേ? ഒന്നും ആയില്ലെങ്കിൽ, മനസ്സിലായില്ലേ? ചാടിക്കിടന്നവരാണ് നമ്മൾ, അത്ര ഉള്ളു ജോക്കി. പിന്നല്ല ഈ ഓരോരുത്തന്മാര് വന്ന് ഓരോ വീഡിയോയിലൊക്കെ കമന്റ് ഇടുന്നത് നിങ്ങൾ പോയി അതിന്റെ അകത്ത് അടികൂടാണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? കുറച്ച് ദിവസം കഴിയുമ്പോ ഈ സാധനം ഇങ്ങനെ പോക്കി വരുമ്പോ നീയൊക്കെ പോയി അവന്മാരെ പണിക്കോ. സത്യം. നിങ്ങൾ എന്തായാലും ബാഡായിട്ട് ഒന്നും ഇരിക്കേണ്ട. നിങ്ങൾ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി നിങ്ങൾ ജോലി അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കാണുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം. അപ്പൊ അതെന്തായാലും ഇവിടെ വെച്ച് നിർത്തിയൊന്നും പോകില്ല, ഉടനെ വരും. അത്ര നാളും പലരും എടാ കണ്ണാപ്പി അലക്കാതെ ചെവിതല പോണ ഒന്ന് വിടറ, ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുമ്പം. അതാണ്. അപ്പം ഓക്കെ ആവും, ബ്രാവോ വരും. ബ്രാവോ സൈഡെല്ലാം പറയും, നിങ്ങൾ പേടിക്കാതെ വേണ്ട. ബ്രാവോയ്ക്ക് കുറച്ച് ടൈം എടുക്ക്. പിന്നെ ബാക്കിയുള്ള ആരുടെയും ചാനലിൽ പോയിട്ട് നമ്മളെ പിള്ളേരുടെ ചാനലിൽ പോയിട്ട് GTA മതി എന്ന് മാത്രം അങ്ങനെ സ്പാം ചെയ്യാതിരിക്കുക. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അത് സത്യമാണ്. പ്രത്യേകിച്ച് എന്റെ ഒന്ന് പറയരുത് പ്ലീസ്. ഞാൻ ഇതൊരു വേറെ ഗെയിംസ് കളിച്ചോളാണ് PC. സംതിങ് എത്ര റുപ്പീസ് ആകും ന്യൂ സെർവർ ഇതുപോലെ ആക്കാനാണ് ഗോകു ബ്രോ? ഞാൻ പറയാം എന്നുവെച്ചാ അങ്ങനെയല്ല, നമുക്ക് സെർവർ ഭയങ്കര മിനിമൽ ആയിട്ട് ഇപ്പൊ നമ്മളൊരു വീട് വെക്കുന്നത് പോലെയാണ്. ഒരു വീട് നമുക്ക് എത്ര രൂപയ്ക്ക് പണിയാം? ഒരു ആവറേജ് ഒരു ലോ കോസ്റ്റ് തൊട്ട് നമ്മുടെ ലിമിറ്റേഷൻ തൊട്ട് ടോപ്പ് എൻഡ് വരെ നമുക്ക് പണിയാം. അത് നമ്മുടെ കയ്യിലുള്ള കാശ് അനുസരിച്ച്. ഇപ്പൊ കറന്റ് ഇത് ആറിനകത്ത് ഈ കണ്ണാപ്പി കണ്ണാപ്പി അത് പറയാനാ ഞാൻ വന്നേടാ. അവന്റെ അടുത്ത് ഇറങ്ങിപ്പോ നേരമായിട്ട് ദേഷ്യം വരണ പുല്ല്. അവിടെ ഇരുന്ന് ഫോണ് മൂഞ്ചിക്കൊണ്ടിരിക്കുന്നു. സ്പീക്കറില. അപ്പൊ സെർവർ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പല എക്സ്പെൻസുകളാ, പല ഇതിൽ ചെയ്യാം. ഇപ്പൊ ആവറേജ് എക്സ്ലാൻഡിസിൽ ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ മുകളിൽ എന്തായാലും എന്റെ ഇത് പറയുക. അവൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത അവന്റെ ആക്യുറേറ്റ് അതൊന്നും അല്ല, അതിൽ മുകളിലോട്ടാണ്. ഏകദേശം അത്രയും രൂപ എന്തായാലും സ്ക്രിപ്റ്റിനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഈ സ്ക്രിപ്റ്റ് വേറൊരു സെർവറിലോട്ട് നമുക്ക് റീയൂസബിൾ അല്ല. ഈ കീ പോയതുകൊണ്ട്, ഈ കീ വെച്ചിട്ടാണ് ഫയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത് കൊണ്ട് ഇത് നമുക്ക് വേറൊരു സെർവറിലോട്ട് റീയൂസബിൾ അല്ല എന്നുള്ളതാണ്. പ്ലെയർ ലോഗും ഇൻവെന്ററി ലോഗും ഒക്കെ ഉണ്ടാവും. അത് സെർവർ ഡേറ്റ ബാക്കപ്പ് ആണ്, അത് ഉണ്ടാവും. കണ്ണാപ്പി സ്ക്രിപ്റ്റിൽ സ്മോൾ ചേഞ്ച് വരുത്തിയാൽ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ മനസ്സിലായിരുന്നു. വെച്ചാൽ ഇതെന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ഫുള്ളി ഇതല്ല മനസ്സിലായിട്ടില്ല. അപ്പോൾ അപ്പീൽ ചെയ്യുമ്പോൾ അവര് റിപ്ലൈ എത്ര ദിവസം എടുക്കും? അപ്പീൽ ചെയ്തില്ലേ ഓൾറെഡി? അപ്പീൽ ചെയ്തത് അത് ചെയ്താന്ന് അറിയത്തില്ല. അതിപ്പം ബ്രാവോ ഇനി വന്നിട്ട് പറയുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ട് ഇനി അവർ എപ്പോഴാണ് റിപ്ലൈ തരുന്നത് നോക്കലും നമുക്ക് പിടിയില്ല. കാരണം റോക്ക് സ്റ്റാർ ഇനി ഇതിന് വേണ്ടി ഒരു ടീമിനെ വെച്ചിട്ടുണ്ടായിരിക്കും, എന്തായാലും കാണും. അപ്പോൾ അവര് ഇതിൽ ഇൻവോൾവ് ചെയ്ത് അവർ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാക്കാം. പക്ഷേ ഇനിയിപ്പം GTA 6 ഒക്കെ വരുന്ന സമയമായതുകൊണ്ട് ഇനി എന്താ അറിയത്തില്ല, ഒരു പിടി കാണത്തില്ല. അതുകൊണ്ട് ഇനി ന്യൂ സെർവർ ആക്കിയ DDoS അവോയ്ഡ് ആക്കാൻ പറ്റുമോ? എല്ലാരും ഹൈഡ് ആക്കിയ IP. ബ്രോ ഞാൻ നിങ്ങളുടെ ബ്രോ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ DDoS അടിക്കുന്ന തന്തയില്ലാത്തവൻ നമ്മുടെ കൂടെ ഈ സിറ്റി കളിക്കുന്ന ഒരുത്തൻ തന്നെയാണ്. അതിവിടെ വൈറ്റ് ലിസ്റ്റ് എടുത്താൽ ഈസി ആയിട്ട് കിട്ടുന്ന കീ ആണത്. അത് ഏതൊക്കെ ആൾക്കാർ IP ഇനി ഹൈഡ് ചെയ്ത് ലൈവ് ഇട്ടാലും അവന്മാർക്ക് ആ IP ഈസി ആയിട്ട് കിട്ടാൻ ഒരു പാടുമില്ല. പിന്നെ ഈ IP ചെക്ക് ചെയ്യാൻ വേണ്ടി പബ്ലിക് IP കണ്ടുപിടിക്കാൻ കുറെ വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചുമ്മാ എക്സ്ലാൻഡിസിന്റെ പേര് സെർച്ച് ചെയ്താൽ തന്നെ എക്സ്ലാൻഡിസിന്റെ IP അവിടെ കാണിക്കും. അതുപോലെ നിങ്ങളിപ്പം എക്സ്ലാൻഡിൽ മാത്രമേ DDoS ഉള്ളൂ, അതുള്ളൂ, ബാക്കി സെർവർ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇത്രയും പേര് കാണുന്ന ഒരു സെർവർ, ഇത്രയും പേര് കളിക്കുന്ന ഒരു സെർവറിൽ അതിലടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ അവന്മാർക്ക്.
നമ്മളെ ഇത് പണിയണമെങ്കിൽ എല്ലാ വ്യൂവേഴ്സ് ഉള്ളവരും സ്ട്രീമേഴ്സ് ഉള്ളവരും ആ കളിക്കുന്ന പ്ലെയർ സെർവറിൽ പോയി അടിച്ചിട്ടില്ല കാര്യമുള്ളൂ. നമ്മളിനി ഏത് സെർവർ കളിക്കാൻ പോയാലും ആ സെർവറിൽ എന്തായാലും വരും. ഇനിയിപ്പോ ജോക്കിയുടെ അടുത്ത മൈക്ക് ഓഫ് ചെയ്യോ ജോക്കി? ഭയങ്കര എക്കോ വരുന്നു ജോക്കി നിങ്ങൾക്ക്. ആ കാറ്റ അടുത്ത സെർവർ ഇപ്പം ഉണ്ടാക്കി ഇപ്പം ബ്രാവോ ഇനിയിപ്പോൾ അടുത്ത സെർവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാലും അത് വന്നാലും ഈ ഇഷ്യൂ നമുക്ക് വരും എന്തായാലും. ഇതൊക്കെ GTA 6ന്റെ സെയിൽസ് പുഷാക്കാൻ വേണ്ടി റോക്ക് സ്റ്റാർ ചെയ്യുന്നത്. ബ്രോ അങ്ങനൊന്നും ചെയ്യത്തില്ല ബ്രോ. അവർക്ക് ഈ എക്സ്ലാൻഡിസ് പോയി എന്ന് പറഞ്ഞിട്ട് അവര് രോമത്തിൽ പോലും ഏക്കാമുള്ള ബ്രോ. എന്താ സത്യമല്ലേ ബ്രോ ബ്രോ? പറയണേ? ചിന്തിച്ചു നോക്കി ബ്രോ അതൊക്കെ. ചിന്തിക്കുക അതൊക്കെ ചിന്തിക്കുക. എക്സ്ലാൻഡിസ് എവിടെ കിടക്കുന്നു? ഈ GTA 6 എന്ന് പറഞ്ഞ് ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ കിട്ടിയ ഒരു ഗെയിമിനെ പുള്ളി ചെയ്യാൻ അവർക്ക് കേരളത്തിൽ എവിടെയോ കിടക്കണ ഒരു സെർവറിനെ ഡൗൺ ആക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ ബ്രെയിൻ ഡെഡ് ആയിട്ട് സംസാരിക്കല്ലേ ഈ മൊമെന്റിൽ. സോ ഇതാണ് ബേസിക്കലി ഉള്ള കാര്യം. ഇതിനകത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം സംഭവിച്ചു. എടാ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഫേസ് ചെയ്യാൻ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. കഴിഞ്ഞ് കൂടിപ്പോയ ഒരു 10 ദിവസം നിങ്ങൾക്ക് RP കാണാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ. അല്ലെ PvP സിറ്റുവേഷനും ഇതും കാണാൻ പറ്റത്തില്ല, അതേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതൽ വേറെ ഒന്നും സംഭവിക്കാനൊന്നും ഇല്ല ഇതിനകത്ത്. നമുക്ക് പോയതോർത്ത് ഇരുന്നാൽ ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. മനസ്സിലായോ? ഒന്നുമില്ല, നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന പോലെ കൊണ്ടുവരാം. അത്രേ പറയാവുള്ളൂ. അതാണ് ഇത് ഓർത്ത് മറ്റേ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡൗൺ ആയി പോത്തേ ഉള്ളൂ. ഒന്നുമില്ല, ചില്ലാവും.